അമ്മ എന്താ അമ്മേ നോക്കുന്നേ? അല്ല മോള് ഭക്ഷണം കഴിച്ചില്ലായിരുന്നോ? ഞാൻ ഭക്ഷണം കഴിച്ചായിരുന്നു. പിന്നെ ആരുടെയാ മീൻ ഇരിക്കുന്നേ? ഒരു കഷ്ണം മീൻ ഇരിപ്പുണ്ടോ? ഞാൻ കൃത്യം മീനാ വറുത്തുണ്ടായിരുന്നല്ലോ എല്ലാവർക്കും. ചേച്ചി ഞാൻ കഴിക്കുന്ന സമയത്ത് ചേച്ചിനെ പോയി വിളിച്ചായിരുന്നു. അപ്പൊ ചേച്ചി കിടക്കുമായിരുന്നു. എന്തോ ഭയങ്കര ക്ഷീണമാ, ദേഹമൊക്കെ ഭയങ്കര ക്ഷീണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ദേഹം കൊഴിയുന്ന കൂട്ടൊക്കെ. അപ്പൊ ചേച്ചി ഭക്ഷണം കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ചേച്ചിയുടെ മീൻ വറുത്തായിരിക്കുന്നേ. ഞാൻ പോയി വിളിച്ചിട്ട് വരാമേ. കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ വിളിച്ചിട്ട് വരാം. ഉറങ്ങിക്കാണും. എന്നാ വിളിക്കാൻ പോകണ്ട മോളെ. വിശക്കുന്നവര് വന്ന് വേണേ ഭക്ഷണം കഴിച്ചോളും. റൂമിൽ പോയി വിളിച്ചാൽ മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളോ? അല്ല ഇത് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കേണ്ടവർ കഴിച്ചോണം. റൂമിൽ പോയി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചാൽ ചത്തൊന്നും പോകാനൊന്നും പോണില്ല. അത്രയും നല്ല കാര്യം ഞാൻ പറയുള്ളൂ. ഒന്നാമത് അവൾ ഈയിടെ നല്ല വണ്ണം വെച്ചാ വരുന്നത്. കൊളസ്ട്രോളൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ടെന്ന് കേൾക്കുന്നത്. ഒന്ന് വല്ല എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ 4 റൗണ്ട് വീടിന് ചുറ്റും ഒന്ന് നടക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഏത് നേരം തിന്നോണ്ടിരിക്കുവോ. ഭക്ഷണം കുറയ്ക്കാൻ പറഞ്ഞാലും കേൾക്കത്തില്ല. പിന്നെ എങ്ങനെയാ വണ്ണം വെക്കാതിരിക്കുന്നത്? വണ്ണം വെച്ച് വീർത്തൊക്കെ ഇരിക്കുക. ഒരു മേനയും ഇല്ല. കെട്ടിക്കൊണ്ട് വന്നപ്പോ എന്നാ സുന്ദരിയായിരുന്നെന്ന് അറിയാമോ? തിന്ന് കയറ്റുക. അല്ലാണ്ട് ഇപ്പൊ എന്ത് ഓരോന്നുകള്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം വല്ലതും കഴിച്ചോളും. മീൻ വറുത്ത് വൈകുന്നേരം വല്ലതും കൂട്ടിക്കോളും. ചേച്ചി കഴിച്ചില്ലായിരുന്നല്ലോ. മീൻ വറുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോറ് എടുക്കട്ടെ? പയ്യ തീരെ ക്ഷീണം പോലെ ഭയങ്കര. അപ്പൊ ഞാൻ ഇച്ചിരി നേരം കിടന്നുപോയി. കഴിക്കാൻ വിട്ടുപോയി. ഇപ്പൊ കഴിക്കാൻ വന്നയാ. ഇനിയിപ്പം വേണ്ട, വയറ് നിറഞ്ഞു. അമ്മ ചേച്ചിക്ക് വിഷമായെന്ന് തോന്നുന്നു. എന്റെ മനസ്സിൽ വെച്ച് ഞാൻ ഒരു കാര്യം പറയാറില്ല. ഉള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയും. അത് വണ്ണം ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞേ. ഭക്ഷണം കഴിച്ച് കുത്തി കയറ്റിയിട്ടാ ഇങ്ങനെ വണ്ണം വെച്ച് കൂട്ടുന്നേ.